ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ അതാ ട്രെയിനിലാട്ടെ. എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ചിക്കബനോര സ്റ്റേഷനിൽ നിന്ന്, ബംഗളൂരാണ് സ്ഥലം, ചിക്കബനോര സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് നമ്മൾ ഒരു ട്രെയിനിൽ യാത്രയാണ്. ഈ ട്രെയിനിൻ്റെ പേര് ഹുബള്ളി എക്സ്പ്രസ് എന്നാണ് കേട്ടോ ഗൈസ്. ഈ ട്രെയിനിൻ്റെ പേര് ട്രെയിനിൽ കയറുമ്പോൾ എനിക്ക് ഇൻട്രോ എടുക്കാൻ കഴിയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നേരത്തെ 2-3 ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തൽക്കാലിൽ ബുക്ക് ചെയ്തിട്ടാണ് എനിക്ക് നമ്മുടെ ഹുബള്ളി എക്സ്പ്രസ്സിന് ടിക്കറ്റ് കിട്ടിയത്. അത് ചിക്കബനോര സ്റ്റേഷനിലായിരുന്നു. എത്രയോ ലോങ്ങാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 16-17 കിലോമീറ്റർ ലോങ് ആയിരുന്നു. ഞാൻ നേരത്തെ വന്നിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ, കാരണം അത്രയും ട്രാഫിക് ഉണ്ടാവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഏർലി മോർണിംഗ് തന്നെ വന്നു. എന്നിട്ടെല്ലാം അങ്ങനെ ഗൈസ് 1:40 ട്രെയിൻ അവിടെ എത്തി. കറക്റ്റ് ഓൺ ടൈം തന്നെയായിരുന്നു. അത്യാവശ്യം കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനകത്ത്. പിന്നെ ഗൈസ് ഇത് നമ്മളെ ഹൊസൂരൊക്കെ എത്താനാവുന്ന സ്റ്റേഷനാണ് ഗൈസ്. നല്ല നല്ല സ്ഥലങ്ങളാണ് ബാംഗ്ലൂർ. നമുക്ക് ട്രെയിനിൽ പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ. ഞാനത് അധികം ഈ വ്ളോഗ് അധികം ലെങ്തി ആയിട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധികം ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ കഴിയും. പിന്നെ ട്രെയിനിൽ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്രീഡമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഏത് സീറ്റിൽ വേണമെങ്കിലൊക്കെ പോയിരിക്കാം. ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തത് തേർഡ് AC ആട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 100% കംഫർട്ട് ജേർണിയായിരുന്നു. പിന്നെ ഗൈസ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ബംഗളൂരു ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലേക്ക് എത്തി. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് ബോർഡർ കടന്നിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉറങ്ങിയതിന് ശേഷം നമ്മൾ ഈറോഡ് എത്തി കേട്ടോ. ഈറോഡ് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 8-8:45 ആയി. അധികം ആൾക്കാരൊന്നും അങ്ങനെ ഓരോ സ്റ്റേഷനിൽ കയറാനുണ്ടായിരുന്നു. കയറാനുള്ളവരെല്ലാവരും ബാംഗ്ലൂരും അങ്ങനെ ഹൊസൂര് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കയറിയിരുന്നു. പിന്നെ ഗൈസ് നമ്മളിത് ഇരുട്ടായതുകൊണ്ട് കാണില്ല. ഉള്ളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, AC കോച്ചിലിരിക്കുമ്പോൾ പുറമേലെ ഗ്ലാസ് എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒട്ടും കിട്ടില്ല, പുറത്തേക്കുള്ള വ്യൂ കിട്ടില്ല എന്നുള്ളത്. ഈ റോഡ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അതായത് ട്രാക്ക് കടന്ന് പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ഫാക്ടറി കാണാം. അതെന്തോ ഒരു ടയർ ഫാക്ടറിയാണ്. ഞാൻ മുമ്പ് ഇതുപോലെ വന്ന് യശ്വന്ത്പൂരിലേക്ക് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കും, കെമിക്കൽ സ്മെല്ലായിരിക്കും ആ ഒരു ബ്രിഡ്ജ് പാലത്തിൽ കൂടെ പോകുന്ന സമയത്ത്. പിന്നെ ഗൈസ് നമ്മളത് ഈ റോഡൊക്കെ കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു ഗൈസ്. അപ്പോഴേക്കും ഞാൻ നല്ല ഉറങ്ങി നീച്ച് വരുമ്പോഴേക്കും 11:30 ആയിട്ടോ. 11. ഇതിന് കോയമ്പത്തൂർ സ്റ്റോപ്പില്ലാതെ ഒരു എന്തൊരു സ്ഥലമുണ്ട്, ഞാൻ പേര് മറന്നുപോയി. ആ ഒരു സ്റ്റേഷനിലാണ് ഇപ്പോൾ ട്രെയിൻ ഇരിക്കുന്നത്. 11:30 മണിയായിട്ടോ. നമ്മൾ ഏകദേശം എറണാകുളം ജംഗ്ഷന് ഇത് ടൗണിലാട്ടോ നിർത്തുന്നത്. എറണാകുളം ടൗൺ നിർത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 2 മണിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് ഗൈസ് ഞാൻ കുറച്ച് നേരം ഉറങ്ങി നീച്ചപ്പോഴേക്കും ഇതേ 2 മണിയായി. കറക്റ്റ് ടൈമിൽ ഞാൻ എഴുന്നേറ്റു. നമ്മളിത് എറണാകുളം ടൗൺ റീച്ച് ചെയ്യാറായിരുന്നു കേട്ടോ. അതിന് ഗൈസ് നമ്മുടെ എന്താ പറയുക, ചിക്കബനോര സ്റ്റേഷനിൽ നിന്നുള്ള ഒരു എറണാകുളം ടൗൺ യാത്ര അടിപൊളിയായെന്ന് വിചാരിക്കുന്നു. ഞാൻ വേണ്ടപ്പെട്ട അത്യാവശ്യം ഉള്ള വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ.